മേരിക്കുട്ടി ദേ ബാബുവിന്റെ ഉടുപ്പാ ഒരു ചെറിയ കീറല്. ഇതൊന്ന് തയ്ച്ചേ, ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. മേരിക്കുട്ടി, എന്റെ ഷർട്ട് തയ്ക്കണം. നോക്കട്ടെ. അതിനെന്താ, അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ നിന്നെ കെട്ട മേരിക്കുട്ടി, ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇതിനൊക്കെ നാവ് കാണുവാണ്. എളുപ്പം തയ്ക്കടി. ഇപ്പൊ തരാം മച്ചി. എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ, വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. നീ റപ്പായിയുടെ കൈക്ക് പിടിക്കാനായോ നായ? എന്താ റപ്പായി? ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ. ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ, എടുത്തോ.
തന്നെ റെപ്പാരും കൂടെ 4-5 പേര് ഇപ്പൊ ഇവിടെ വരും. അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുളിക്ക് അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. സാധിക്കോ? അവനിട്ടാണോ കിട്ടിയത്? ഇനി അവന് ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കും. ആരായാലും അറിഞ്ഞ് പെരുമാറുണ്ടല്ലോ റപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവരൊരുപാട് പേരുണ്ടായിരുന്നു. അതുകൊള്ള ബാലേട്ടന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാര, നിങ്ങൾ പോയിട്ട് വരും. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഇത്രയും നാൾ ഇവനെയൊക്കെ ചികിത്സിച്ചത് ഞാനാ. ഇന്നൊരു മുറിവേദം വന്നപ്പോ എല്ലാ നാളുകളും അവന്റെ പുറകെ. ഇതിങ്ങനെ വിട്ട ഡോക്ടറിൽ നിന്ന് ഈച്ചടിക്കേണ്ടി വരും. ഇവനൊന്ന് ഒതുക്കാൻ എന്താ ഈ ഒരു വഴി? വഴിയൊക്കെ നമുക്കുണ്ടാക്കാം. വാ. മേരിക്കുട്ടിയെ, അല്ല നീ ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ കറിക്കാൻ നിറച്ചേ. അമ്മച്ചി, എനിക്കൊരു വയറ്റുവേദന. അതിന് നീ കാലത്ത് കണ്ടാടച്ചാനെ വല്ലതും തിന്നാ? ഇല്ല. എന്നാ വായുവിന്റെ കയറ്റമായിരിക്കും. നീ ആ ബാബുമോന്റെ ആശുപത്രി ചെന്നിത്ര മരുന്ന് മേടിച്ചു കുടിക്ക്. ശരി അമ്മച്ചി. എടിയടി, എങ്ങോട്ടാ? മരുന്ന് മേടിക്കാൻ. ഈ വേഷത്തിലാ? ഒരു സാരി ബ്ലൗസ് മാറ്റിട്ട് പോടി തന്നെ. സാറ് ഒരു അർജന്റ് രോഗി വന്നിട്ടുണ്ട്. അർജന്റ് രോഗിയോ? ആരാ? നീ കയറി വാ ചേച്ചി. ഈ ഗുളിക കാലത്തും വൈകിട്ടും ഓരോന്ന് കഴിക്കാം. മേരിക്കുട്ടിയാണോ അർജന്റ് രോഗി? എന്താന്ന്? എനിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന. നീ വരൂ. ഇവിടെ കയറി കിടന്നേ. കിടന്നേ. ഇവിടെ വേദന ഉണ്ടോ? ഇല്ല. ഇവിടെ പിന്നെ എവിടെ വേദന? മേരിക്കുട്ടി, നീ എന്താ കണ്ണടച്ചത്? ഞാൻ നോക്കിയിട്ട് അസുഖമൊന്നും കാണുന്നില്ലല്ലോ. ബാബുമോനെ, ഇങ്ങോട്ടൊരു സോക്കേടുകാരി വന്നല്ല. ഇവിടെ ഉണ്ട്. എന്നതാ മോനെ ഇവർക്കുടെ സോക്കേട്? ഇച്ചിരി കൂടുതലാ. 10 ദിവസം ഫുൾ പട്ടിണി കിട്ടാ മതി, മാറും. അരുളപ്പാ, എടാ അരുളപ്പാ. എന്തോ? ദേ ബാബുമോന് ചോറ്. അമ്മച്ചി, കൂട്ടാൻ എരിവ് കൂടുതലുണ്ടോ? നീ പോടാ. ബാബുവിന്റെ ഇഷ്ടവും ശീലവും ഒക്കെ എനിക്കറിയാം. നീ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ മതി. അമ്മച്ചി, ഈ ടാബ്ലറ്റ് ദിവസം 3 നേരം കൊടുക്കണം. പകല് മുഴുവനും ചീക്കപ്പോത്തിനെ പോലെ കിടന്ന് ഉറക്കമാണ് മോനെ അവള്. അതിന് മരുന്ന് വേണ്ട അമ്മച്ചി. നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മതി. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. വിശേഷം നല്ലതും സാർ അറിഞ്ഞ? എന്താ? സാറിനെ പറ്റി ഇന്നത്തെ അന്തിപത്രത്തിൽ ഒരു അവഖ്യാതി വന്നിട്ടുണ്ട്. അവഖ്യാതി? ഓ, ആ കള്ളക്കൈവരി പത്രാധിപരുടെ പണിയാ. എടാ, ഇത് 6-ാം പറഞ്ഞ രാജപണ്ടാത്തിന് കായ് കൊടുത്ത് എഴുതിച്ചിട്ടുള്ളതാ. രണ്ടിനെയും നമുക്ക് തപ്പാൻ മമ്മൂക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. വായിച്ചു നോക്ക്. ബാബു സാറ് കള്ള ഡോക്ടറാണെന്നും ഇതിനകത്ത് കള്ളുകൂടിയും വ്യഭിചാരവും നടക്കണമെന്ന് എഴുതി വെച്ചിരിക്കണം. ഞമ്മക്കിട്ടൊരു അരിയാ അരിച്ചിരിക്കണത്. എന്താ എന്റെ അടി ഏറ്റില്ലേ?
ഏറ്റു ആശാനെ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശുൻ ഡോക്ടറെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്നു. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഗോറമുണ്ട തിന്നും. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ഛനും മഷിക്കാൻ എന്ത് വില കൂടുതലാണെന്നോ. കള്ളിന് വരെ വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു. അങ്ങനത്തെ രാത്രിയായാൽ കുറെ രൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെക്കാം. ആ ഡോക്ടർ എന്ന് പറഞ്ഞാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനലാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി വണ്ണേ. ഓടിക്കോ രാജപ്പ നാട്ടിൽ നോടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഓടിക്കോ രാജപ്പ നാട്ടിൽ നോടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. ഞാൻ ഡ്രസ് ചെയ്യണം ബാലേട്ടാ. ഇപ്പൊ വരാം. എന്താ കുമാര, കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ, കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞ് അമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി, ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്നെ ഇടിപ്പിക്കിടന്നതാ. ദാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ടു കളഞ്ഞു. ശരിയമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി വെള്ളി മതിയല്ലോ. അല്ലാതെ എനിക്കത്ര വയസ്സായിപ്പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും.